കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഹബക്കൂക്ക് എഴുതിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ആലോചനയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൈമാറപ്പെട്ട വാഗ്ദത്തങ്ങൾ ഉണ്ട്, വാഗ്ദത്ത വചനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, ദൂതുകളുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ചില സമയങ്ങൾ അതിനകത്ത് വെളിപ്പെട്ട് വരണം, ഇല്ലെങ്കിൽ കൃത്യമായ സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ചലിക്കപ്പെടണം എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലതും നമ്മുടെ അടുക്കൽ വന്നു ചേരുന്നത് സമയം തെറ്റിയാണ്, അല്ലേ? സമയം തെറ്റിയെന്ന് പറയുന്നത് നമ്മുടെ സമയത്തിനല്ല എന്നുള്ളതാണ്. ഒരു വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ സമയത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തെറ്റിച്ചുകൊണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാറില്ല. എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ കൃത്യമായിരിക്കും അത്. അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. എന്നാൽ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ദർശനങ്ങൾക്കും, എല്ലാ വാഗ്ദത്തങ്ങൾക്കും, എല്ലാ ദൂതുകൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം 400 വർഷം കരഞ്ഞു. ആ കരഞ്ഞതിൻ്റെ മറുപടിയാണ് 430-ാമത്തെ വർഷമാണ് ദൈവം അവർക്കൊരു വിടുതൽ കൽപ്പിച്ചത്. മിസ്രൈമിൻ്റെ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. എന്നിട്ടാണ് കനാൻ ദേശം അവർക്ക് അവകാശമായി ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടവന്നത്. യോസെഫ് എന്ന ദൈവമനുഷ്യൻ 22 ആണ്ടുകൾ മിസ്രൈമിൽ കിടക്കേണ്ടതായിട്ട് വന്നു. പിന്നീടാണ് ഒരു ഉദാഹരണം ദൈവം യോസെഫിൻ്റെ ജീവിതത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. യാക്കോബ് എന്ന ദൈവമനുഷ്യൻ 20 ആണ്ടുകളോളം ലാബാൻ്റെ വീട്ടിൽ ഒരു ദാസനെ പോലെ വേല ചെയ്യേണ്ടി വന്നു. പിന്നത്തേതിലാണ് ദൈവം ഒരു ഉദാഹരണം യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് കൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ സമയത്തിന്, ദൈവത്തിൻ്റെ സമയത്തിന് അത് വെളിപ്പെട്ട് വരിക നിശ്ചയമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചിലത് ചിന്തിക്കുമല്ലേ, താമസിക്കുന്നു, എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നു, ശക്തമായി ഉപസിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, താമസിച്ചാലും വൈകിയാലും അതിനായി കാത്തിരിക്കുക. അല്ല, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ചില വിഷയങ്ങൾ താമസിക്കുന്നത് അത് നന്മയ്ക്കായിട്ടാണെന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, പെട്ടെന്ന് ദൈവത്തിൻ്റെ കരം ചലിക്കും ചില വിഷയങ്ങൾക്കകത്ത്. എന്നാൽ ചിലതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പ്രീസലോ, അങ്ങനെ കാത്തിരിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഓർക്കുക, അതിനകത്തൊരു വലിയ ദൈവ മഹത്വമുണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കാത്തിരിപ്പിനകത്ത് ക്ഷീണിക്കേണ്ട, താമസിക്കുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിനക്ക് വേണ്ടി ഒരു മറുപടി അയക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് താമസിക്കുന്ന വിഷയങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടാതെ, ഭാരപ്പെടാതെ, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ, ഞാൻ സ്തോത്ര ദൈവത്തിൻ്റെ ഏൽപ്പിച്ചിട്ട വിഷയത്തിനകത്തൊരു ഒരു റിയാക്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പകരം താമസിക്കാലും കാത്തിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. വൈകിയാലും താമസിച്ചാലും ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.